ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് ഞങ്ങളുടെ അടുത്ത ദിവസമായി. നമ്മളിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നമ്മുടെ നങ്ങേലിയുടെ ക്യാൻറ്റീനിലേക്ക് പോകുന്നു. സോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഓർഡർ ചെയ്തത് ഒരെണ്ണം പൊറാട്ടയും കടലക്കറിയും, പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് ഇടിയപ്പവും കടലക്കറിയാണ്. ഇതാണ് നമ്മൾ Akshaya. So the auto driver that brought us here, we just find out that he's actually my brother's friend. They were classmates and he was a student of my mom. She was his high school teacher and he even remembered the nickname they used to call my parents. That was really sweet to know that. Hi guys. So ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് പറഞ്ഞ പേര് പറഞ്ഞോളൂ. എന്റെ പേര് സുകുമാരൻ പേര്. ഇദ്ദേഹത്തിന്റെ മമ്മിയും പപ്പയും എന്നെ പഠിപ്പിച്ചതാണ് സ്കൂളില്. ഇദ്ദേഹത്തിന്റെ ആംഗ്ല എന്റെ കൂടെ ഒരുമിച്ച് ഞങ്ങൾ ഒരേ ക്ലാസ്സിൽ നിന്ന് പഠിച്ചതാണ്. ഇവര് ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഇവര് രണ്ടുപേരും അലമ്പന്മാരായിരുന്നു. അങ്ങനെയൊന്നും ഉണ്ടായില്ല. അദ്ദേഹം നന്നായിട്ട് പഠിക്കുമായിരുന്നു. പിന്നെ അത് ഞങ്ങളായിരുന്നു കുറച്ച് കുഴപ്പന്മാര്. സാറന്മാരുടെ കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് റെസ്പെക്ട് കൂടുതലാലോ. പിന്നെ പറയുകയാണെങ്കിൽ സാറിന് ഞങ്ങള് നല്ല ബഹുമാനം കൊടുത്തിരുന്നു. സാറ് ഷോപ്പിൽ എഴുതുമ്പോ ഞങ്ങള് കടലാസ് കൊണ്ട് ആരും വിട്ടു പറഞ്ഞു സാറിന്റെ മേത്തേക്ക്. എന്നാലും സാറ് നല്ലൊരു രീതിയിലായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത്. പിന്നെ സാറിന്റെ വൈഫിനെ ഞങ്ങൾ വിളിച്ചോണ്ടിരുന്നത്, ടീച്ചറെ വിളിച്ചോണ്ടിരുന്നത് ബോബനും മോളിയും എന്നായിരുന്നു. നല്ല ബഹുമാനത്തോടെ വിളിച്ച പേരാണ് ബോബനും മോളയും. അവർക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടായില്ല കേട്ടോ. ഞങ്ങളുടെ അന്നത്തെ പ്രായം ഒരു രസകരമായ ഒരു കാലഘട്ടം. അന്നത്തെ ഒരു സന്തോഷം അന്തരീക്ഷം ഒന്നും ഇപ്പോഴത്തെ സ്കൂൾ കാലഘട്ടങ്ങളിൽ ഇല്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കിട്ടുന്നുള്ള പരസ്പര അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ബന്ധം ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഉണ്ടോ എന്ന് സംശയമാണ്. ഞാൻ യാദൃച്ഛികമായിട്ടാണ് പരിചയപ്പെട്ടപ്പോ നമ്മുടെ സഹോദരിയാന്ന് പറഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. എനിക്കും അതെ. ഞാൻ ഇന്നിപ്പോഴും സത്യത്തിലൂടെ അക്ഷയയില് വന്നേക്കുന്നതാണ് ആധാർ കാർഡിന് വേണ്ടി. ഈ ചേട്ടൻ എന്നെ മാക്സിമം ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കിട്ടുമല്ലോ നമുക്ക് അറിയാൻ പാടില്ല, എങ്കിലും ആ സഹായം നന്നായിട്ട് കിട്ടുന്നുണ്ട്. വളരെയേറെ സന്തോഷം. നമ്മുടെ സഹോദരിയെ പരിചയപ്പെടാൻ പറ്റില്ല. നമ്മുടെ കൂട്ടുകാരന്റെ തങ്ങളെയും നമ്മുടെ അധ്യാപകന്റെയും അധ്യാപകയുടെയും മക്കളെ പരിചയപ്പെടാൻ പറ്റിയതിൽ വളരെ സന്തോഷം.
ഇനി സ്നേഹങ്ങളും ബന്ധങ്ങളും തുറന്നു പോട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് യെസ്. നിർത്തുന്നു. താങ്ക് യു. അപ്പൊ നിങ്ങൾ ആരെങ്കിലും കോതമംഗലത്തെ ഓട്ടോ നോക്കുവാണെങ്കിൽ ഈ ചേട്ടനെ കണ്ടാൽ ഹായ് പറയുക, ചേട്ടന്റെ ഓട്ടോയിൽ കയറുക. നമുക്ക് ആവശ്യമുള്ള സഹായം ഓട്ടോ തന്നെയല്ല, പല ജോലികളും എനിക്കുണ്ട്. പല ജോലികളുണ്ട്. പാർട്ട് ടൈം ആയിട്ട് പോണു, ആ. അങ്ങനെയൊക്കെ ആയിട്ട് പോണു. നിങ്ങൾ വരുവാണെങ്കിൽ നമുക്ക് കാണാം. ആവശ്യമുള്ളവർ എന്റെ നമ്പർ ബന്ധപ്പെട്ടോ. യെസ്. ഓക്കെ, ഓക്കെ ഗൈസ്, സോ ഞങ്ങൾ അക്ഷയയിൽ വന്നു, പക്ഷെ അഗെയിൻ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. വീണ്ടും വേറെ പേപ്പേഴ്സും കൊണ്ട് വരണം. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ ഇവിടുന്ന് തിരിച്ചിറങ്ങുവാണ്. So guys, this story is called Fair Lady. കോതമംഗലത്തുള്ള ഫെയർ ലേഡി എന്നൊരു കടയിലാണ്. അപ്പൊ പിള്ളേർക്ക് വേണ്ട മാല, വള, ആ വക സാധനങ്ങളെല്ലാം ഇവിടെ വിൽക്കുന്നുണ്ട്. ഞാൻ നോക്കിയിട്ട് നല്ല പ്രൈസും ആണ്. ഇവിടെയുള്ള ഇവരുടെ നല്ല കസ്റ്റമർ സർവീസും ആണ്. അപ്പൊ നമുക്ക് ഓണറെ പരിചയപ്പെടാം. പേര് പറഞ്ഞോളൂ. ഞാനാണ് ഓണർ, റഷീദ്. ഫെയർ ലേഡി ഫാൻസി ഐറ്റം എല്ലാം ബോംബെ നിന്നാണ് വരുന്നത്. നമുക്ക് വില കുറച്ച് നമ്മൾ സാധനങ്ങൾ കൊടുക്കും. എറണാകുളം, ബോംബെ എല്ലായിടത്തും സാധനം എടുക്കും. ഏറ്റവും ചെറിയ വിലയ്ക്ക് നമ്മൾ സാധനങ്ങൾ കൊടുക്കും. എത്ര നാളായി ഈ കട തുടങ്ങിയിട്ട്? 14 വർഷം. ഇതിപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു എല്ലാ പ്രാവശ്യം നാട്ടിലേക്ക് വരുമ്പോ ഇവിടെ വന്ന് ഷോപ്പിംഗ് നടത്താറുള്ളതാണ്. അതെ, കമ്മല് മാലയൊക്കെ നല്ല കളക്ഷൻ ഉണ്ട്. പ്രൈസ് വളരെ കമ്മിയാക്കി കൊടുക്കും. ഓക്കെ, സോ ഇപ്പൊ നിങ്ങൾ കോതമംഗലത്ത് വരുന്നു അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്നവരാണ്, ഫെയർ ലേഡിയിൽ കയറിയിട്ടില്ല എങ്കിൽ ഡെഫിനറ്റ്ലി ചെക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, ബൈ ഗൈസ്. ഗുഡ്. അപ്പൊ എന്റെ ഇത് നോക്കുക, ജീൻ സിംഗ് ആണ്. സബ്സ്ക്രൈബ് ചെയ്യുക. ജീൻ സിംഗ് ഒരു കസ്റ്റമർ ഉണ്ട്, പുള്ളിയെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ചെയ്തോളൂ. സോ ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞു, പുറത്തുനിന്ന് അങ്ങോട്ട് തിരിച്ചു പോകുന്നു. ഇനി നമ്മൾ നങ്ങേലിയിലേക്ക് തിരിച്ചു പോവാണ്. അവിടെ ചെന്ന് മമ്മിയെയും പിക്ക് ചെയ്ത് ഇനി ഞങ്ങൾ ലഞ്ചിനാണ് പോകുന്നത്. സോ ഇതാണ് നമ്മൾ ഇന്ന് മേടിച്ച മീൽസ് ആണിത്. ഫിഷ് കറി ഉണ്ട്, സാമ്പാർ, അത് മോര്, പായസമുണ്ട്, ചമ്മന്തി, അച്ചാർ, അവിയൽ. ഇതാണ് ഭക്ഷണം. സോ ഇതായിരുന്നു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് പൊറാട്ട, അതുപോലെ തന്നെ ബീഫ് റോസ്റ്റ്. സോ ഇത് സത്യത്തിൽ സോഡ നാരങ്ങ വെള്ളമാണ്, ഉപ്പിട്ട് മേടിച്ചതാണ്. So this was our restaurant. Guys, ഇപ്പോൾ ഒരു 8 മണി ആകാറായി. ഞങ്ങളുടെ ഡിന്നറിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഞങ്ങൾ പലപ്പോഴും ഡിന്നർ എല്ലാവർക്കും വിശപ്പ് കുറവാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ആകെ മമ്മിക്ക് വേണ്ടി ഒരു പൊറാട്ട മാത്രമേ മേടിക്കുന്നുള്ളൂ. നമ്മൾ ക്യാൻറ്റീനിൽ നിന്നും കൊച്ചിന് വേണ്ടി കോഫിയും കുക്കീസും മേടിച്ചു. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ച ആത്തക്കയുണ്ട്, അപ്പൊ എനിക്ക് അത് ഇഷ്ടമാണ് കഴിക്കാൻ. അതുകൊണ്ട് ഞാൻ അതാണ് ഡിന്നറിന് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും തിരിച്ചു വരുമ്പോൾ കാണാം. ആ വലുതൊന്ന് കാണിക്കാവോ? ഉള്ളതിൽ വലുത്, ചേട്ടനുള്ളതിൽ വലുത് കാണിച്ചോ. ഓ, തേയിലയും അങ്ങനത്തെ കുഞ്ഞാ അല്ലേ? ഓക്കെ, അതെ. ഇത് മാത്രമല്ലേ ഉള്ളൂ. ഞങ്ങള് ഒരു ചെറിയ ഷോപ്പിംഗ്, നമുക്ക് റൂമിൽ ചായ ഉണ്ടാക്കാനായിട്ട് കുറച്ച് ചായപ്പൊടിയും പാൽപ്പൊടിയും മേടിച്ചു. എന്നിട്ട് നമ്മൾ തിരിച്ച് നങ്ങേലിയിലേക്ക് വരുന്നു. ഗൈസ്, ഇതാണ് ഇന്നത്തെ എൻ്റെ ഡിന്നർ. ഇന്ന് ഹെൽത്തി ആയിട്ടുള്ള ഡിന്നറാണ്, ഫ്രൂട്ട്സ് മാത്രമേ ഉള്ളൂ. പിന്നെ മമ്മി ഇത് പൊറാട്ടയും ബീഫും കൂടെ കഴിക്കുന്നു. കൊച്ചിനും ഇന്ന് അധികം സാധനമൊന്നും വേണ്ട, അതുകൊണ്ട് അവളും വെറുതെ ഗുഡ് ഡേ കുക്കീസ് ആൻഡ് ടീ.